ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് ദൈവ മാതൃത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. പരിശുദ്ധ അമ്മയെ തിരുസഭ ദൈവ മാതാവായിട്ട് വണങ്ങുന്നു എന്നത് സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിലും ബോധ്യത്തിലും പരിശുദ്ധ അമ്മയെ എത്രമാത്രം ചേർത്ത് പിടിക്കേണ്ടവളാണെന്നും അമ്മയുടെ വലിയ പ്രാർത്ഥനാ സഹായത്തിലൂടെ നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ നിരവധി അനുഗ്രഹങ്ങൾ നേടിത്തരാൻ പോരുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് കൂട്ടിനുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സഭ ഔപചാരികമായിട്ട് രക്ഷകനായ ദൈവമായ യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവ് എന്ന തസ്തിക നൽകി ആദരിച്ചിരിക്കുന്ന സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ ഇന്ന് സാഘോഷം മുറുകെ പിടിക്കുന്ന ദൈവമാതൃത്വം ആഘോഷമാക്കുന്ന ഒരു തിരുനാൾ ദിവസം. ഏറെ സന്തോഷത്തോടെ ദിവസത്തിൻ്റെ പുണ്യമായ ആശംസകൾ ഏവർക്കും നേരുകയാണ്. എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് യൂദയായിലെ മലഞ്ചെരുവിലെ ഭവനത്തിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധ മറിയത്തെ കർത്താവിൻ്റെ അമ്മയെന്ന് ആദ്യം ഉദ്ഘോഷിച്ചവള് ഈ എലിസബത്ത് തന്നെയാണ്. അത് സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാവുകയും പിന്നീട് ഔദ്യോഗിക സഭ അതിനെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദൈവത്തെ പേറുന്നവളാണ് ദൈവമാതാവ്. രക്ഷകനായ യേശുവിനെ ധരിച്ചവളാണ്, യേശുവിനെ പ്രകടിപ്പിച്ചവളാണ്, പ്രദർശിപ്പിച്ചവളാണ്. യേശുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന് ദർശിതമാക്കിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തിൻ്റെ തിരുനാള് നമുക്ക് ഹൃദയപരമാർത്ഥതയോടെ ചേർത്ത് പിടിക്കാം. അമ്മയെ സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും സഭ എക്കാലത്തും കാണിക്കുന്ന നിഷ്ഠയും താല്പര്യവും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും പുലർത്തിക്കൊണ്ട് അമ്മയോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിലുള്ള അമ്മമാരെയൊക്കെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വ്യയം ചെയ്യുന്ന അവരുടെ ജീവിതങ്ങൾക്ക് ദൈവസന്നിധിയിൽ വില കൽപ്പിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കൂടി നമുക്ക് ദിവസം പ്രയോജനപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, 1997 ജനുവരി മാസം 2-ാം തീയതി കട്ടപ്പന ഇടവക ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇന്ന് 29 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. 29ാമത്തെ പൗരോഹിത്യ ദിനം എൻ്റെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹീതമായി ഞാൻ കരുതുകയാണ്. 29 വർഷങ്ങൾ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഴ്ചകളും കുറവുകളും ബലഹീനതകളുമൊക്കെ ഒരുപക്ഷെ എൻ്റെ വഴികളിൽ വേഗത കുറിച്ചിട്ടുണ്ടാകും. ഒത്തിരി ആഗ്രഹിച്ച മേഖലകളിലൊക്കെ ദൈവം പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും തകർച്ചകളുടെ മധ്യയും വീഴ്ചകളുടെ ഇടയിലും എന്നെ താങ്ങിപ്പിടിച്ചവൻ എൻ്റെ തമ്പുരാനാണ്. ഈശോ തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെ കൂടി ഓർക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം യാചിച്ച് നൽകട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും പ്രാർത്ഥനാ സഹായവും
നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.